ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാല അടുത്ത് വരികയാണ്. പൊങ്കാലയ്ക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കുന്നത് പൊങ്കാല പായസമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചെമ്പ പച്ചരി, മട്ടപ്പച്ചരി എന്നും പറയും. ഇതാണ് പൊങ്കാലയ്ക്ക് പായസം ഉണ്ടാക്കാൻ സാധാരണ എടുക്കുക. നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. 4-5 തവണ നല്ലോണം വൃത്തിയായിട്ട് കഴുകി പായസത്തിലേക്ക് വേണ്ട വെള്ളം അടുപ്പത്ത് വയ്ക്കാം. കലത്തിൻ്റെ 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അരിയേക്കാൾ ഒരു 7 ഇരട്ടി വെള്ളം വേണം സാധാരണ എടുക്കുമ്പോൾ. മൺകലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം. ശർക്കര ശർക്കര ചീകിയെടുത്തതാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ശർക്കര എന്നുള്ള കണക്കിലാണ് എടുത്തേക്കണത്. ഇതിൽ ചെറിയ കട്ടകളുണ്ട്, അത് സാരില്ല. നല്ല നിറമുള്ള ശർക്കരയാണിത്. പായസത്തിനും ഒപ്പം അതേ കളറുണ്ടാവും. നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ശർക്കരയും 2 ഗ്ലാസ് നാളികേരം ചെരുകിയതാണ് എടുക്കണേ. പൊങ്കാലയുടെ രാവിലെ കുളിച്ച ശേഷമാണ് നാളികേരമൊക്കെ ചെരുകിയെടുക്കുക. നല്ലോണം തിളച്ചു. അടുപ്പിൽ 3 തവണ ചുറ്റിയിട്ട് പ്രാർത്ഥിച്ച് 3 തവണയായിട്ടാണ് പൊങ്കാലയ്ക്ക് അരിയിടുക. തിളച്ച് തൂവിയതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. വേഗം തന്നെ തിളച്ചു വന്നു. ഇനി ഇളക്കാം. തിളച്ച് പൊന്തിയാൽ പിന്നെ വല്ലാണ്ട് തീ വേണ്ട. ഇപ്പോൾ സ്റ്റവിലായതുകൊണ്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പൊങ്കാലയ്ക്ക് പായസം ഉണ്ടാക്കുമ്പോൾ തീ അതിനനുസരിച്ച് കുറയ്ക്കാം. പൊങ്കാലയുടെ കാലത്ത് പൊങ്കാല ഇടുന്ന സ്ഥലത്ത് പോയിട്ടാണ് ശർക്കര ചീകുകയും തിരളിക്ക് കുഴയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. മൺപാത്രം ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പൊങ്കാല ഉണ്ടാക്കുമ്പോൾ അന്ന് എല്ലാം കൈക്കണക്കാണ്. കപ്പിലും ഗ്ലാസ്സിലൊന്നും അളന്നെടുത്തിട്ടല്ല ഉണ്ടാക്കുക. അരി മുഴുവൻ വെന്ത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശർക്കര ചേർക്കാം. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിളച്ച ശർക്കര നല്ലോണം അലിഞ്ഞ് ചേർന്നോളും. ശർക്കര ഇട്ടിട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പോൾ അടി പിടിക്കില്ല. വെള്ളം കുറുകി ശർക്കര ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നാളികേരം. ചിലരൊക്കെ ഒപ്പം എന്നുള്ള കണക്കിനും ചേർക്കാറുണ്ട്. അതായത് അരിയും ശർക്കരയും നാളികേരവും ഏകദേശം ഒരേ അളവിലെടുക്കും. നല്ല മധുരം വേണമെങ്കിൽ അരിയേക്കാൾ കുറച്ച് കൂടുതൽ ശർക്കര എടുക്കാം. അതിനേക്കാൾ ഇത്തിരിയും കൂടി കൂടുതൽ നാളികേരം ചേർക്കാം. അപ്പം നല്ല സ്വാദാണ്. ഇനി ഏലക്കായ ചേർക്കാനുണ്ട്. ഏലക്കായയുടെ തൊലി കളഞ്ഞെടുത്തിട്ടേ ഉള്ളൂ, പൊടിച്ചിട്ടില്ല. കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ഇപ്പം നാളികേരം മിക്സായി, വെള്ളം വറ്റി, പായസത്തിൻ്റെ പാകന്യായി. അവസാനം പഴം ചേർക്കും. എല്ലാവരും ചേർക്കണ കാണാറില്ല. അതുപോലെ ചിലർ കശുവണ്ടി ചേർക്കണ കാണാറുണ്ട്. പക്ഷെ പഴയ രീതിയിൽ വേവിക്കാൻ പൊങ്കാലയ്ക്ക് പായസം ഉണ്ടാക്കുമ്പോൾ കശുവണ്ടി പരിപ്പ് ചേർക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചേർക്കണില്ല. 2 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തേക്കണേ. കദളിപ്പഴം എടുക്കാം. തൊലി കളഞ്ഞിട്ട് നുറുക്കിയിടാം. നടുനീളത്തിലൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ കഷ്ണാക്കാം. ഇനി ഒന്നും കൂടി ഇളക്കിയ പായസമായി. എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി വാഴയിലുകൊണ്ട് ഇങ്ങനെ മൂടി വയ്ക്കും. ഉച്ചയ്ക്ക് തീർത്ഥം തളിക്കാൻ നേരത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കലം തുറന്നു വയ്ക്കും. അടുപ്പത്തിരുന്ന് ഉച്ചവരെ ഒന്നുകൂടി വെള്ളമയൊക്കെ മാറി കുറുകി വരും പായസം. ഒന്നിലധികം കലങ്ങളിൽ ചിലർ നേരുമല്ലോ, 51 കലം, 101 കലം, അങ്ങനെ. ഒരു കലത്തിൽ മാത്രമായാലും കൂടുതൽ കലങ്ങളിൽ പൊങ്കാല ഉണ്ടാക്കുകയായാലും ഈ പായസം എല്ലാവരും ഉണ്ടാക്കും. തീർത്ഥം തളിച്ച ശേഷം പ്രസാദമായിട്ട് എല്ലാവർക്കും പായസം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.